Assalamualaikum. Good evening. Welcome back to ZAIN'S Wonder World. ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്ന ഒരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ് അമൃതം പൊടി കാരമൽ പുഡിംഗ്. അമൃതം പൊടി ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് പോലും ഇങ്ങനെയൊക്കെ വെറൈറ്റി ആയിട്ട് മാറ്റി ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കാമെന്നും ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം. അമൃതം പൊടി പുഡിംഗ് റെഡിയാക്കാൻ വേണ്ടി ഞാനിവിടെ 3/4 കപ്പ് അമൃതം പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു കപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. 2 കപ്പ് തേങ്ങാപ്പാലാണ് എടുത്ത് വെച്ചത്. ഇത് കുറേശ്ശെ ഒഴിച്ച് കൊടുത്ത് നമുക്ക് അമൃതം പൊടി കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് 2 മുട്ട ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ എടുത്ത് വെച്ച് അത് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം, കാരണം അമൃതം പൊടിയിൽ അത്യാവശ്യം മധുരം ഉള്ളതാണ്. അതുപോലെ തന്നെ ഒരു പിഞ്ച് ഉപ്പും 2 ഏലക്കായുടെ തൊലി കളഞ്ഞ് ഞാൻ കുരു മാത്രം പൊടിച്ചെടുത്തതാണ്, അതും ചേർക്കാം. ഇനി ബാക്കിയുള്ള തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാലിൻ്റെ അളവൊക്കെ നിങ്ങൾ എടുക്കണ അമൃതം പൊടിക്ക് അനുസരിച്ച് എടുക്കാം കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അമൃതം പൊടി ഞാൻ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ എടുത്ത് വെച്ച 2 കപ്പ് തേങ്ങാപ്പാലൊന്നും മുഴുവൻ എടുത്തിട്ടില്ല കേട്ടോ, 3/4 കപ്പോളം ബാക്കിയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അമൃതം പൊടി എടുക്കുന്നതിനനുസരിച്ച് തേങ്ങാപ്പാൽ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ നെയ്യ് എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കുകയാണ്. ഇത് മെൽറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അത് സ്റ്റീം ചെയ്യുമ്പോൾ മെൽറ്റ് ആയിക്കോളും. ഇനി ഇതിലേക്ക് 1/4 കപ്പോളം പഞ്ചസാര കാരമലൈസ് ചെയ്യാൻ വേണം. അത് ഞാൻ ഇവിടെ വെച്ചിട്ടില്ല, അതിവിടെ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യട്ടെ. റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ കാരമലൈസ് ചെയ്യുന്ന സമയം കൊണ്ട് ഇതൊന്നും ഇവിടെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഇനി കാരമലൈസ് ചെയ്യാം. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാര കാരമലൈസ് ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി സിമ്മിലാക്കി വെച്ച് ഇതൊന്ന് മെൽറ്റായി വരട്ടെ. ഇപ്പോൾ ഷുഗർ സിറപ്പിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ ചേർത്താൽ മതി. എൻ്റെ കയ്യിൽ ബട്ടർ ഇല്ലാത്തതുകൊണ്ടാണ്. അധികം കരിഞ്ഞു പോകരുത്, ഇത്രയും മതി. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാണ്. ഇനി ഇത് ഉടൻ തന്നെ പുഡിങ് സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഞാൻ ഇതിലാണ് സെറ്റ് ചെയ്യുന്നത്. ഇതെല്ലാ ഭാഗത്തേക്കും ഒരുപോലെ റൗണ്ട് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് അമൃതം പൊടിയുടെ മിക്സ് കാരമലൈസ് ചെയ്ത് വെച്ച ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. 1 മണിക്കൂറോളം വേണ്ടി വരും. നോക്കാം നമുക്ക് എത്ര വേണ്ടി വരുമെന്ന്. ഞാനിവിടെ ഒരു സ്റ്റീമർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അത്യാവശ്യം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിത് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ആവി വരുന്ന് തുടങ്ങണേ ഉള്ളൂ. വന്ന് തുടങ്ങിയാൽ അതിന് അതിലേക്ക് വെക്കാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ്. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. ഇതിൻ്റെ അടപ്പ് തന്നെയാണ്. ഇത് 1 മണിക്കൂറോളം ഒന്ന് ആവി വരട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം. അതിനിടയ്ക്കൊന്ന് തുറന്ന് നോക്കി കൊടുക്കാം വെന്ത് പാകമായി വന്നണോന്നൊക്കെ. അപ്പോൾ ഇനി ഇതൊന്ന് നമുക്ക് ആവി വരുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് വെന്ത് പാകമായി വന്നിട്ടുണ്ട്. ഞാൻ ഗ്യാസൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മറ്റൊരു പാത്രത്തിലേക്ക് ഡീമോൾഡ് ചെയ്യാം.
നല്ല അടിപൊളി പുഡിങ് റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ട ആരും പറയില്ല അമൃതം പൊടി കൊണ്ട് ഉണ്ടാക്കിയതാണെന്നുള്ളത്. ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് തന്നെയാണ്. നമ്മൾ സാധാ ബ്രെഡ് പുഡിംഗ് ഒക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. പക്ഷെ ബ്രെഡ് പുഡിംഗ് ഉണ്ടാക്കുന്ന അത്ര തന്നെ കുറുക്കിയെടുക്കരുത് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ. കാരണം ഇത് പിന്നെ കട്ടിയായി മാറും. എല്ലാവർക്കും കണ്ടാൽ മനസ്സിലാകുന്നുണ്ടാവും. ഇനി ഇതൊന്ന് ഒരു 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് ഉപയോഗിച്ച് കഴിക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. ഇങ്ങനെ തന്നെ വേണമെങ്കിലും കഴിക്കാൻ നിങ്ങളെ ഇഷ്ടം. പക്ഷെ ഞാനിതൊന്ന് 2 മണിക്കൂർ തണുപ്പിച്ചെടുക്കാൻ പോവുകയാണ്. ഞാനിത് തണുപ്പിച്ചെടുത്തിട്ടേ കഴിക്കുകയുള്ളൂ. അപ്പോൾ പുതിയ പുതിയ വിഭവങ്ങളുമായി വീണ്ടും കാണുന്നത് വരെ അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.